السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله. عليه توكلت وإليه أنيب. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن سيدنا محمدا عبده ورسوله. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل سيدنا ومولانا محمد. أما بعد فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وتعاونوا على البر والتقوى ولا تعاونوا على الإثم والعدوان. صدق الله مولانا العظيم. المؤمن للمؤمن كالبنيان يشد بعضه بعضا. صدق رسول الله. نحن الذين بايعوا محمدا على الجهاد ما بقينا أبدا. ബഹുമാന ആദരവുകൾ നിറഞ്ഞ ഉസ്താദുമാരെ, കാരണവന്മാരെ, വിദ്യാർത്ഥികളെ, ഉമ്മമാരെ, സഹോദരിമാരെ, വളരെ പ്രധാനപ്പെട്ട ഒരു മജ്‌ലിസിലാണ് നാം ഉള്ളത്. മഹാന്മാരായ ബദരീങ്ങളുടെ നാമം ഉരുവിട്ട മജ്‌ലിസ്, അസ്മാഉൽ ഹുസ്ന ചൊല്ലിയ മജ്‌ലിസ്, ദിക്റുകളും സ്വലാത്തുകളും തഹ്ലീലുകളും ചൊല്ലിയ മജ്‌ലിസ്, ഇൽമ് പറഞ്ഞുകൊണ്ടിരിക്കുന്ന മജ്‌ലിസ്, ഉസ്താദുമാരുടെയും കാരണവന്മാരുടെയും ചെറിയ വിദ്യാർത്ഥികളുടെയും ഉമ്മമാരുടെയൊക്കെ സാന്നിധ്യമുള്ള മജ്‌ലിസ്. അല്ലാഹു നമ്മുടെ മജ്‌ലിസ് ഖബൂലാക്കട്ടെ, സ്വീകരിക്കട്ടെ. ഈ മജ്‌ലിസ് രണ്ട് ലോകത്തും നമുക്ക് ഉപകരിക്കുന്ന മജ്‌ലിസായി അല്ലാഹു തആല അനുഗ്രഹിക്കട്ടെ. ഒരു സുദീർഘമായൊരു ഭാഷണമൊന്നും ഞാൻ ഉദ്ദേശിക്കുന്നില്ല. വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ ചില വിഷയങ്ങളൊക്കെ ബർക്കത്തിന് വേണ്ടി പറയുകയാണ്. ഇൽമിന്റെ മജ്‌ലിസ് റൗളത്തും മിൻ റിയാദിൽ ജന്നയാണല്ലോ. സ്വർഗീയ പൂങ്കാവനങ്ങളിൽ നിന്നുള്ള പൂങ്കാവനമാണ് ഇൽമിന്റെ മജ്‌ലിസ്. അപ്പൊ സ്വർഗത്തിൽ ഇരിക്കുന്നത് പോലെ സന്തോഷത്തോടെ, മനസാന്നിധ്യത്തോടെ ഇൽമു പഠിക്കണം, അറിയണം, അതനുസരിച്ച് പ്രവർത്തിക്കണമെന്ന നല്ല ആക്റ്റീവായി ഉഷാറായി നമ്മുടെ മജ്‌ലിസിൽ ഉണ്ടാവണം. അല്ലാഹു നമ്മുടെ മജ്‌ലിസ് അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, ആമുഖമായി ഓതി വെച്ച ആയത്ത് നിങ്ങൾ ശ്രദ്ധിച്ചുവല്ലോ. വതആവനു അലൽ ബിർരി വത്തഖ്വാ വലാ തആവനു അലൽ ഇസ്മി വൽ ഉദ്വാൻ. വളരെ വിശാലമായി പ്രതിപാദിക്കേണ്ട വിഷയമാണ്. ദിവസങ്ങളോട് വാഴു പറഞ്ഞാലും തീരാത്ത വിഷയം. നാം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പല പ്രശ്നങ്ങൾക്കും അതിൽ പരിഹാരങ്ങളുണ്ട്. ചുരുക്കി പറയുകയാണെങ്കിൽ പരിശുദ്ധമായ ഖുർആൻ അല്ലാഹു തആല പറയാണ്, നിങ്ങൾ പരസ്പരം നല്ല വിഷയങ്ങളിൽ, തഖ്വയുടെ വിഷയങ്ങളിൽ എന്തൊക്കെ നല്ല കാര്യങ്ങളുണ്ടോ അതിലൊക്കെ നിങ്ങൾ പരസ്പരം സഹായിക്കണം. വലാ തആവനു അലൽ ഇസ്മി വൽ ഉദ്വാൻ.
കുറ്റകരമായ കാര്യങ്ങളിൽ, ശത്രുതാപരമായ കാര്യങ്ങളിൽ, വേണ്ട വൃത്തികളിൽ, തോന്നിവാസങ്ങളിൽ ഒന്നും നിങ്ങൾ പരസ്പരം സഹകരിക്കാനേ പാടില്ല. പ്രിയപ്പെട്ട ഉമ്മമാരെ, സഹോദരിമാരെ, സുഹൃത്തുക്കളെ, നാം ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ട, അനുവർത്തിക്കേണ്ട നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ വീടുകളിൽ, നമ്മുടെ സ്ഥാപനങ്ങളിൽ, നമ്മുടെ നാടുകളിൽ സോഷ്യൽ ആനിമലായ ജീവിയാണല്ലോ മനുഷ്യൻ, സാമൂഹിക ജീവിയായ മനുഷ്യൻ. ഇടപെടുന്ന ഓരോ മണ്ഡലങ്ങളിലും ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യമാണിത്. നമ്മളൊക്കെ പരസ്പരം സഹായിക്കുകയും സഹകരിക്കുകയും ചെയ്യേണ്ടതുണ്ട്. കാലം മാറിയപ്പോ ഇന്ന് പലർക്കും അതിന് സമയമില്ല. തിരക്കു പിടിച്ച ജീവിതത്തിനിടയിൽ പലരെയും സഹായിക്കാൻ മറക്കുന്നു. ഉറ്റവരെയും ഉടയവരെയും സുഹൃത്തുക്കളെയും കൂട്ടുകാരെയും അയൽവാസികളെയും ബന്ധുമിത്രാദികളെയും സംഘടനാ ബന്ധുക്കളെയും നാട്ടുകാരെയൊക്കെ സഹായിക്കാനും സഹകരിക്കാനും ചിലപ്പോ ചിരിക്കാൻ പോലും ചിലര് മറക്കുകയാണ്. എന്തൊക്കെയോ ടെൻഷനാണ് പലർക്കും, എന്തൊക്കെയോ ചിന്തകളാണ്. സ്വന്തം സുഹൃത്തിനെ കണ്ടപ്പോ അവൻ ചിരിച്ചിട്ടില്ല, അതാണ് അത്ര അവർ രണ്ടുപേര് തെറ്റാനുള്ള കാരണം. സംഭവം ഇയാളെ ചിരിക്കാതിരിക്കാനുള്ള കാരണം എന്താ? ഇയാള് വേറെ ഏതോ ചിന്തയിലാണ്, മൂഡൌട്ടിലാണ്. അപ്പൊ ചിരിക്കാതെ പോയതാണ്. യഥാർത്ഥത്തിൽ ഇയാൾക്ക് മറ്റാളോട് യാതൊരു വെറുപ്പോ വിദ്വേഷമോ ഒന്നും ഇല്ല. എന്തോ ടെൻഷൻ തലയേറപ്പോ ചിരിക്കാതെ പോയതാണ്. പക്ഷെ അത് ഇവർക്കിടയിൽ പുതിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ കാരണമായി. തിരക്ക് പിടിച്ച ജീവിതത്തിനിടയിൽ കുട്ടികളോട് സഹകരിക്കുന്നില്ല, സഹായിക്കുന്നില്ല. ഭാര്യയും ഭർത്താവും രണ്ടുപേർക്കും തിരക്കന്നെയാണ്. തിരക്ക് പിടിച്ച ജീവിതത്തിനിടയിൽ ഭർത്താവ് ഉപ്പ വീട്ടിലേക്ക് വരുമ്പോ കുട്ടികളുമായി സംസാരിക്കാൻ സമയമില്ല, ഉമ്മാക്ക് സമയമില്ല. ഉമ്മയും ഫോണിലാണ് എപ്പോഴെങ്കിലൊക്കെ. അപ്പൊ കുട്ടികളെ ശ്രദ്ധിക്കുന്നില്ല. സ്വാഭാവികമായും കുട്ടികൾ അകലാൻ തുടങ്ങി. കുട്ടിയെ സഹായിക്കുന്നില്ല. കുട്ടിയെ സംബന്ധിച്ചിടത്തോളം വിദ്യാർത്ഥിയായതുകൊണ്ട് തന്നെ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അവരെ ഉമ്മ എന്ന നിലയിൽ, ഉപ്പ എന്ന നിലയിൽ നമ്മൾ ഒരുപാട് സഹായ സഹകരണങ്ങൾ അവരുടെ പഠന സംബന്ധമായ കാര്യങ്ങളിൽ അവർക്ക് ലഭിക്കേണ്ടതുണ്ട്. ഉപ്പാക്കും ഉമ്മാക്കും കുട്ടികളെ ശ്രദ്ധിക്കാൻ സമയമില്ല. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ചുരുക്കി പറയുകയാണെങ്കിൽ ചില ആളുകളുണ്ട് തന്റെ ഭാര്യയെ ശ്രദ്ധിക്കും, കുട്ടികളൊക്കെ ശ്രദ്ധിക്കും, പക്ഷെ അതിനപ്പുറം ശ്രദ്ധയില്ല. കെട്ടിയോളും കുട്ടിയോളും എന്നുള്ള ഒരു വിഷയത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ച് സാമൂഹികമായ ഒരു നിലക്കുള്ള പ്രതിബദ്ധതയുമില്ലാതെ സ്വകാര്യ ജീവിതം ഉഷാറായി ജീവിക്കുന്നു. നാട്ടിലെ അവസ്ഥ എന്താണ്? ആലോചിക്കുന്നില്ല. എന്റെ നാട്ടിലെ മദ്രസന്റെ അവസ്ഥ എന്താണ്? ചിന്തിക്കുന്നില്ല. എന്റെ നാട്ടിലെ പള്ളിയിലെ അവസ്ഥ എന്താണ്? ആലോചിക്കുന്നില്ല. പ്രിയപ്പെട്ടവരെ, ഒരിക്കലും നമ്മൾ ഒതുങ്ങിക്കൂടാ. നമ്മുടെ പേഴ്സണലായ വിഷയങ്ങളിൽ ഞാനും നിങ്ങളും ഒതുങ്ങിക്കൂടാ. ഒരു മുഅ്മിൻ എന്ന നിലക്ക് പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു നമുക്ക് നൽകുന്ന ഒരു പ്രധാനപ്പെട്ട ഉപദേശമാണ് വതആവനു അലൽ ബിർരി വത്തഖ്വാ വലാ തആവനു അലൽ ഇസ്മി വൽ ഉദ്വാൻ. നിങ്ങൾ പരസ്പരം സഹായിക്കണം, സഹകരിക്കണമെന്നാണ് പറയുന്നത്. നല്ല വിഷയങ്ങളിൽ ഓ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നിങ്ങൾ പരസ്പരം സഹായിക്കണം. കൂട്ടമായ പ്രവർത്തനങ്ങൾ വളരെ അനിവാര്യമാണ്. ഞാനും നിങ്ങളും ഓരോരോ കാര്യങ്ങൾ തീരുമാനിച്ചാൽ ചിലപ്പോൾ നടപ്പിൽ വരുത്താൻ കഴിഞ്ഞോണമെന്നില്ല. എന്റെ മനസ്സിൽ ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്. പല കാര്യങ്ങളും നടക്കണം. ആ കാര്യങ്ങൾ നടത്താൻ ഞാൻ ഒറ്റക്ക് തീരുമാനിച്ചാൽ ചിലപ്പോൾ നടക്കൂല. അതേസമയം കൂട്ടമായി പ്രവർത്തിച്ചാലോ എല്ലാ കാര്യങ്ങളും നടക്കും. നിങ്ങൾ പരസ്പരം സഹായിക്കണം എന്നാ ഖുർആൻ പറഞ്ഞത്. നീ ഒരാൾ ഒറ്റക്ക് പോയി മറ്റൊരാളെ സഹായിക്കണം എന്ന പ്രയോഗം പ്രയോഗിക്കേണ്ടതിന് പകരം നിങ്ങൾ പരസ്പരം സഹായിക്കണം എന്ന് ഖുർആൻ പറയുമ്പോ കൂട്ടമായ പ്രവർത്തനം, അതിലൂടെ നമുക്ക് പല കാര്യങ്ങളും നേടിയെടുക്കാൻ കഴിയും. നമ്മുടെ നാട്ടിൽ നടമാടിക്കൊണ്ടിരിക്കുന്ന പല തെറ്റായ പ്രവണതകളെയും നമ്മുടെ കൂട്ടമായ പ്രവർത്തനത്തിലൂടെ നമുക്ക് വിഭാടനം ചെയ്യാനും ഇല്ലായ്മ ചെയ്യാനും നിർമ്മാർജ്ജനം ചെയ്യാനും സാധിക്കും. നല്ല വിഷയങ്ങൾക്ക് നമ്മൾ ഒരുമിക്കണം. അൽഹംദുലില്ലാഹ്, മഹ്ദറത്തുൽ ബദരിയുടെ മജ്ലിസ് ഒരുപാട് കാരണവന്മാരും വിദ്യാർത്ഥികളും ഉമ്മമാരും സഹോദരിമാരൊക്കെ ഉണ്ട്. അടുത്ത വിശുദ്ധമായ മാസമാണല്ലോ റബീഇന്റെ പുന്നാര പ്രിയപ്പെട്ട മാസം. പുന്നാര നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ
ജന്മദിനം കൊണ്ട് അനുഗ്രഹീതമായ പ്രിയപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മൗലിദിന്റെ മാസം റബീഉൽ അവ്വൽ നമ്മളിലേക്ക് സമാഗതമാകുമ്പോൾ ആ റബീഉൽ അവ്വലിന്റെ മൗലിദിന്റെ മജ്ലിസുകളിൽ ആ റബീഉൽ അവ്വൽ മാസത്തിലെ മഹ്ദറത്തുൽ ബദരിയയിൽ പൂർവോപരി ആളുകളെ കൂട്ടാനും ആളുകളെ ചേർക്കാനും നമ്മുടെ മദ്രസയുമായി ബന്ധപ്പെട്ട എന്തൊക്കെ പ്രവർത്തനങ്ങളുണ്ടോ അതിലേക്ക് കൂടുതൽ ആളുകളെ ആകർഷിപ്പിച്ചു കൊണ്ടുവരാൻ നമ്മൾ എല്ലാവരും കൂട്ടമായ പ്രവർത്തനങ്ങളിൽ വ്യാപൃതരാകേണ്ടതുണ്ട്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, സാമൂഹിക ഉത്തരവാദിത്വം എന്ന നിലയിൽ ഖുർആൻ പഠിപ്പിക്കുന്ന ഈ സാമൂഹിക ബാധ്യത, പരസ്പരം സഹായിക്കണം, സഹകരിക്കണം, നല്ല വിഷയങ്ങളിലൊക്കെ നമ്മൾ സഹായിക്കണം. നമ്മുടെ ഉത്തരവാദിത്വം വിരലിലെണ്ണാവുന്ന ഉത്തരവാദിത്വമൊന്നുമല്ല. ഒരു മുസ്ലിം എന്ന നിലക്ക് എനിക്കും നിങ്ങൾക്കും ഒട്ടനവധി ഉത്തരവാദിത്വങ്ങളുണ്ട്. അതിൽപ്പെട്ട പ്രധാനപ്പെട്ട ഉത്തരവാദിത്വമാണ് നന്മയുടെ വിഷയത്തിൽ പരസ്പരം സഹായിക്കുക എന്നുള്ളത്. ഇന്ന് മഹ്ദറത്തുൽ മജ്ലിസ് ഇവിടെ നടക്കുമ്പോ ഉസ്താദുമാര് വിദ്യാർത്ഥികളുടെ മഹ്ദറത്തുൽ ബദർ നടക്കുന്നുണ്ട് എന്ന് അറിയിച്ചിട്ടുണ്ടാകും. നമ്മുടെ നാട്ടിലെ സംഘടനാ പ്രവർത്തകർ ഒരു പക്ഷേ വാട്സാപ്പിലും സോഷ്യൽ മീഡിയയിലൊക്കെ ഇന്ന് നമ്മുടെ മഹ്ദറത്തുൽ ബദർ മജ്ലിസിൽ ഉണ്ട് എന്ന് നിങ്ങൾക്ക് അറിയിപ്പ് നൽകിയിട്ടുണ്ടാകും. അറിഞ്ഞവരിൽ നിന്ന് പലരും ഇവിടെ എത്തി. പക്ഷെ ഇനിയും നമ്മുടെ നാട്ടിൽ ഉണ്ടാകാനുള്ള സാധ്യത വളരെയേറെയാണ്. നമ്മുടെ നാട്ടുകാർ മുഴുവൻ ഇവിടെ വരികയാണെങ്കിൽ ഇത്രയൊന്നും ആളുകളല്ലല്ലോ നമ്മുടെ മദ്രസയിൽ ഉൾക്കൊള്ളാൻ കഴിയാത്ത അത്രയും ആളുകൾ ഈ നാട്ടിലുണ്ട്. പക്ഷേ ഞാൻ ചോദിക്കുന്നു, നാം ഓരോരുത്തരും നമ്മുടെ സ്വന്തം ശരീരത്തോട്, സ്വന്തം മനസ്സിനോട് ചോദിക്കുക, എന്റെ നാട്ടിൽ നിന്ന് നടന്നുകൊണ്ടിരിക്കുന്ന ഈ മഹ്ദറത്തുൽ ബദരിയിലേക്ക് പേഴ്സണലായി ഞാൻ എത്ര ആളുകളെ ക്ഷണിച്ചിട്ടുണ്ട്? ഞാൻ എന്റെ വാട്സപ്പ് ഉപയോഗിച്ച്, എന്റെ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് ഈ ഒരു മെസ്സേജ് ആരിലേക്ക് ഞാൻ എത്തിച്ചിട്ടുണ്ട്? ഓരോരുത്തരും ചിന്തിക്കുക. നാം ഓരോരുത്തരും ഈ ഒരു മഹനീയമായ മജ്ലിസിന്റെ സന്ദേശം മറ്റുള്ളവരിലേക്ക് എത്തിച്ചാൽ ഒരുപാട് ആളുകൾ അത് വഴി ഇങ്ങോട്ട് വരും. നമ്മൾ കാരണമായി ഒരാൾ ഈ മജ്ലിസിൽ വന്നു, നമ്മൾ കാരണമായി ഒരാൾ ഈ മജ്ലിസിൽ വന്നു, ഒരു ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയാൽ അയാൾക്ക് മാത്രമല്ല ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയ പ്രതിഫലം ആ മജ്ലിസിലേക്ക് കൊണ്ടുവന്ന വ്യക്തി ആരാണോ അയാൾക്കും കിട്ടും. പ്രിയപ്പെട്ടവരെ, നമ്മൾ കാരണമായി ആളുകൾ നന്നാകുമ്പോൾ, നമ്മൾ കാരണമായി ജനങ്ങൾ മജ്ലിസിലേക്ക് വരുമ്പോൾ, നമ്മൾ കാരണമായി ജനങ്ങൾ മഹ്ദറത്തുൽ ബദരിയിൽ മഹാന്മാരായ ബദരികളുടെ നാമങ്ങൾ ഉരുവിടുമ്പോൾ, നമ്മൾ കാരണമായി മറ്റുള്ളവർ അസ്മാഉൽ ഹുസ്ന ചൊല്ലുമ്പോൾ അവർക്ക് ലഭിക്കുന്ന പ്രതിഫലം പോലെ അതിൽ നിന്ന് ഒന്നും കുറയാതെ ആ മജ്ലിസിലേക്ക് ആര് മുഖേനയാണോ ആ മജ്ലിസിലേക്ക് അവർ വന്നത്, ആ മജ്ലിസിലേക്ക് ക്ഷണിച്ച, മെസ്സേജ് ഷെയർ ചെയ്ത ആൾക്കും പ്രിയപ്പെട്ടവരെ അദ്ദേഹം കാരണമായി വന്നവരുടെ മുഴുവനും പ്രതിഫലം അവർ ചൊല്ലുന്ന, അവർ ഉരുവിടുന്ന, അവർ ആ മജ്ലിസിൽ വെച്ച് ഇൽമു പഠിക്കുന്നു, ആ ഇൽമിലൂടെ അയാൾ ഇബാദത്ത് ചെയ്യുന്നു, ആ ഇബാദത്തിന്റെ ഒക്കെ പ്രതിഫലം പറഞ്ഞു കൊടുക്കുന്ന ഉസ്താദിനും ആ മജ്ലിസിലേക്ക് ക്ഷണിച്ചവർക്കും ആ മജ്ലിസിന്റെ മെസ്സേജ് ഷെയർ ചെയ്തവർക്കൊക്കെ ലഭിക്കുമെന്ന് സ്വാദിഖുൽ മസ്ദൂഖ് നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിക്കുകയാണ്. അപ്പൊ പ്രിയപ്പെട്ടവരെ, കൂട്ടമായ പ്രവർത്തനം വലിയ സംഭവമാണ്. നോക്കൂ നിങ്ങൾ, നമ്മുടെ 5 വിരൽ, ഈ 5 വിരൽ ഒരുപോലെയല്ല. സമൂഹത്തിൽ എല്ലാവർക്കും എല്ലാറ്റിനും കഴിയൂല. നമുക്ക് ഉസ്താദുമാരെ വേണം, പണ്ഡിതന്മാർ നമ്മുടെ നാട്ടിൽ അനിവാര്യമാണ്. എഞ്ചിനീയർ ആവശ്യമാണ്, ഡോക്ടർമാർ ആവശ്യമാണ്, വിദ്യാർത്ഥികൾ ആവശ്യമാണ്, സാധാരണക്കാർ ആവശ്യമാണ്, സാധാരണ കൂലിപ്പണിക്കാർ നമുക്ക് ആവശ്യമാണ്. സമൂഹത്തിന്റെ എല്ലാ മേഖലയിലും പ്രവർത്തിക്കുന്ന ആളുകളൊക്കെ വേണം. ആരും ഒഴിഞ്ഞു പോകാൻ പാടില്ല. പ്രിയപ്പെട്ടവരെ, ഒരു ഡോക്ടറാണ്, വലിയ ഓപ്പറേഷനൊക്കെ നേതൃത്വം കൊടുക്കുന്ന അറിയപ്പെട്ട ഡോക്ടറാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ കാറോ അദ്ദേഹത്തിന്റെ ഒരു വാഹനം കേടുവന്നാൽ അയാൾക്ക് നന്നാക്കാൻ കഴിയൂല. അതിന് പാവപ്പെട്ട ഒരു തൊഴിലാളിയെ സമീപിക്കേണ്ടി വരും. ഒരു വലിയ പണക്കാരനാണ്, വലിയ പണം ഉണ്ട് എന്നുള്ളതുകൊണ്ട് ആയില്ല, അയാൾക്ക് ആവശ്യമായ ഡിസൈൻ വർക്കൊന്നും അയാൾക്ക് അറിയൂല. അതിന് പഠിച്ച ആൾ അയാളെ സമീപിക്കേണ്ടി വരും. ഇവിടെ ഒരാൾക്കും അഹങ്കരിക്കാൻ വകുപ്പുകളില്ല. സമൂഹത്തിൽ ഓരോരുത്തർക്കും ഓരോ കഴിവുകളാണ് അല്ലാഹു തആല നൽകിയത്. പരസ്പരം സഹായങ്ങളിലൂടെ, സഹകരണങ്ങളിലൂടെ നമുക്ക് പലതും നേടിയെടുക്കാൻ കഴിയും. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഈ 5 വിരൽ നോക്കൂ നിങ്ങൾ. ഈ 5 വിരലും ഓരോ ഷേപ്പല്ല, 5 വിരലിനും ഒരേ നീളമല്ല ഉള്ളത്. പലർക്കും വ്യത്യസ്തമായ രൂപങ്ങളും ഭാവങ്ങളുമാണ് ഉള്ളത്. പ്രിയപ്പെട്ടവരെ, ഇതിൽ നിന്നുള്ള ഓരോ വിരലുകളും നമ്മൾ 5 വിരലെടുത്ത് പരിശോധിച്ചു നോക്കൂ. ഇതിൽ ഓരോ വിരലും ഓരോരോ കാര്യങ്ങൾ തീരുമാനിച്ചാൽ ഒരു നിലക്കും നടപ്പിൽ വരുത്താൻ കഴിയും.
കഴിയുകയില്ല. ഒരു പാറ എടുക്കണം അല്ലെങ്കിൽ ഒരു കല്ലെടുക്കണമെന്ന് തീരുമാനിച്ചാൽ, ഒരു മൊബൈൽ ഫോൺ എടുക്കണമെന്ന് തീരുമാനിച്ചാൽ, ഒരു വിരല് മാത്രം തീരുമാനിച്ചാൽ അതിന് പരിമിതിയുണ്ട്. ഒരിക്കലും കോൾ ചെയ്യാൻ കഴിയൂല. അതേസമയം രണ്ടാളുകൾ കൂടുമ്പോഴോ ശക്തി കൂടി, മൂന്നാളുകൾ കൂടുമ്പോഴോ പവർ കൂടി, 4 വിരലുകൾ കൂടുമ്പോഴോ വീണ്ടും ശക്തി കൂടി. ഈ 5 വിരലുകളും തീരുമാനിച്ചാൽ പ്രിയപ്പെട്ടവരെ, അതോടൊപ്പം നമ്മുടെ 2 കരങ്ങളും കൂടി ഒരു പ്രവർത്തനത്തിൽ വ്യാപൃതരാകുമ്പോൾ നമ്മുടെ കയ്യിലെ 2 കരങ്ങളിലൂടെ 10 വിരലിലൂടെ പലതും പിടിക്കാനും ഇടിക്കാനും ഒതുക്കാനും പല കാര്യങ്ങളും ചെയ്യാൻ നമുക്ക് കഴിയുകയാണ്. ഇതാണ് പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഒത്തുപിടിച്ചാൽ മലയും പോരുമെന്ന് പണ്ട് മുതലേ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പോൾ സാമൂഹികമായ നമ്മുടെ പ്രവർത്തനത്തിൽ സമൂഹത്തിലെ ഓരോ അംഗങ്ങൾക്കും നിർണായകമായ പങ്കുണ്ട്. മോനെ ഒരു കഥ പറയട്ടെ. 4-5 കുട്ടികൾ തീരുമാനിച്ചു, നമുക്ക് ബിരിയാണി വാങ്ങിയാലോ, ബിരിയാണി വാങ്ങി തിന്നാലോ. ഹോട്ടലിൽ നിന്ന് നല്ല ബിരിയാണിയുടെ സ്മെല്ല് ഇങ്ങനെ അടിച്ചു വന്നപ്പോ 4-5 കുട്ടികൾ തീരുമാനിച്ചു, നമുക്ക് ബിരിയാണി വാങ്ങിയാലോ. അപ്പൊ ഇവരുടെ തമ്മിൽ ഒരു ചർച്ച. എന്താണ് ചർച്ച? മോനെ, നിന്റെ കയ്യിൽ എത്ര ഉറുപ്പിണ്ട്? അവൻ പറഞ്ഞു, എന്റെ കയ്യിൽ 50 ഉണ്ട്. നിന്റെ കയ്യിലോ? എന്റെ കയ്യിൽ 50 ഉണ്ട്. എന്റെ കയ്യിലോ? എന്റെ കയ്യിൽ 50 ഉണ്ട്. കൂട്ടത്തിൽ ഒരു വിദ്വാൻ ഉണ്ടായിരുന്നു. ഭയങ്കര പിഷ്കനാണ്. പൈസ അങ്ങനൊന്നും കൊടുക്കൂല, എന്നാലോ തിന്നണ വിഷയത്തിന് മുന്നിലുണ്ടാവും. ഓരോ കുട്ടികളും 50 രൂപ എടുത്തു ഒരുമിച്ച് ബിരിയാണി വാങ്ങി കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഈ പിശുക്കനായ കുട്ടി 1 രൂപയാണ് കൊടുത്തത്. പക്ഷേ തിന്നാൻ വേണ്ടി ബിരിയാണി കൊണ്ടുവന്നപ്പോഴ മുമ്പിൽ തന്നെ ഉണ്ട്. അപ്പൊ കൂട്ടത്തിലൊരു കുട്ടി പറഞ്ഞു, 50 രൂപ കൊടുത്തവർക്ക് 5 വിരൽ ഉപയോഗിച്ച് ഭക്ഷണം കഴിക്കാം. 1 രൂപ കൊടുത്ത ആൾ 1 വിരലോട് തിന്നണം. എങ്ങനെ തിന്നാ? ഒരു വറ്റു കിട്ടുമോ? കിട്ടാൻ തന്നെ സാധ്യത കുറവാ. തോണ്ടി എടുത്ത് വായിലേക്ക് എത്തുമ്പോഴേക്ക് അത് വീഴും. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ, ഒരു വിരൽ കൊണ്ട് പലതും നമുക്ക് ചെയ്യാൻ കഴിയൂല. 5 വിരലുകൾ കൂടുമ്പോഴാണ് പലതും നമുക്ക് ചെയ്യാൻ കഴിയുക. എന്നതുപോലെ ഈ ഇരിക്കുന്ന ഓരോരുത്തർക്കും ഈ മദ്രസയുടെ, ഈ നാടിന്റെ, ഇവിടുത്തെ പള്ളിയുടെ, ഇവിടുത്തെ സാമൂഹിക സേവന മണ്ഡലങ്ങളുടെ വികസനങ്ങൾക്ക്, സാന്ത്വന പ്രവർത്തനങ്ങളുടെ മുന്നേറ്റങ്ങൾക്ക് നമ്മുടെ നാട്ടിലെ ഓരോ പൗരന്മാർക്കും ഉത്തരവാദിത്വമുണ്ട്. ഓരോരുത്തരും അവരുടേതായ റോളുകൾ നിർവഹിക്കുമ്പോൾ വലിയ സംഭവങ്ങൾ തന്നെ നമുക്ക് നമ്മുടെ നാട്ടിൽ ഉണ്ടാക്കി തീർക്കാൻ കഴിയും. നമ്മുടെ കഴിവുകൾ നമ്മൾ പൂർവ്വപരി ഉപയോഗപ്പെടുത്തേണ്ടത് ദീനിയായ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയാണ്. നമ്മുടെ നാട്ടിലെ ദീനിയായ പ്രവർത്തനങ്ങൾക്ക്, നമ്മുടെ മദ്രസയിലെ ഉന്നമനത്തിന്, നമ്മുടെ നാട്ടിലെ തഖ്വയുടെ വർധനവിന് ഇഖ്ലാസുള്ള പ്രവർത്തകർ ഉണ്ടാകാൻ അല്ലാഹുവിനെ പേടിക്കുന്നവരായ നല്ല പൗരന്മാർ നമ്മുടെ നാട്ടിൽ ഉണ്ടാകാൻ ആവശ്യമായ ദീനിയായ പ്രവർത്തനം, ആ വിഷയത്തിലാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. അല്ലാഹുവിന്റെ ഹബീബ് നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്, അൽ മുഅ്മിനു ലിൽ മുഅ്മിനി കൽ ബുനിയാൻ യശുദ്ദു ബഅ്ദുഹു ബഅ്ദാ. ഒരു മുഅ്മിൻ മറ്റൊരു മുഅ്മിനിന് ഒരു ബിൽഡിംഗ് പോലെയാണ്. ഒരു മുഅ്മിൻ മറ്റൊരു മുഅ്മിനിന് ഒരു ബിൽഡിംഗ് പോലെയാണ്. എന്താണ് ബിൽഡിംഗിന്റെ പ്രത്യേകത? യശുദ്ദു ബഅ്ദുഹു ബഅ്ദാ. ബിൽഡിംഗിന്റെ വ്യത്യസ്തമായ പാർട്ടുകൾ പരസ്പരം ഒരുമിച്ച് നിൽക്കുന്നത് കൊണ്ട് നല്ല ശക്തിയും പവറും ബിൽഡിംഗിനുണ്ടാകും. പ്രിയപ്പെട്ടവരെ, ഈ മദ്രസ കെട്ടിടം ഇത്രയും കെട്ടുറപ്പോടെ നിൽക്കുന്നത് എന്തുകൊണ്ടാണ്? ചുറ്റുവട്ടങ്ങളിലെ ചുമരുണ്ട്, ചുറ്റുവട്ടങ്ങളിലുള്ള വാർപ്പുകളും അതിന്റെ പില്ലറുകളുമാണ്. ഒരു ഭാഗം തകർന്നു വീഴുമ്പോൾ സ്വാഭാവികമായും മറ്റേ ഭാഗത്തിന് വിള്ളലുകൾ സംഭവിക്കുകയാണ്, വിടവുകൾ സംഭവിക്കുകയാണ്. അതും തകർന്നു വീഴാനുള്ള സാധ്യതയിലാണ്. അപ്പോ ഒരു മുഅ്മിൻ മറ്റൊരു മുഅ്മിനിന് ബിൽഡിംഗ് പോലെയാണ്. യശുദ്ദു ബഅ്ദുഹു ബഅ്ദാ എന്ന് പറഞ്ഞു മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ 2 വിരലുകൾ പരസ്പരം, 2 കരങ്ങളുടെ വിരലുകൾ പരസ്പരം മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കോർത്തു പിടിക്കുന്നു. പരസ്പരം
അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കണം, സഹകരിക്കണം. പ്രിയപ്പെട്ട സഹോദരന്മാരെ, പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ ഇന്നലകളിലെ വികസന പ്രവർത്തനങ്ങളെ കുറിച്ചൊന്ന് ആലോചിച്ചു നോക്കൂ നിങ്ങൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്തവരല്ലേ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു. തന്റെ സമ്പത്തും തന്റെ ആരോഗ്യവും തന്റെ സമയവും തന്റെ ജീവിതം മുഴുവനും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ചെലവഴിച്ചപ്പോ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ സഹായം കൊണ്ടല്ലേ ഈ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം ഇവിടെ പൂർണ്ണമായ രൂപത്തിൽ പ്രചരിപ്പിക്കപ്പെട്ടത്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മക്കയിൽ നിന്നും മദീനയിലേക്ക് ഹിജ്റ പോകുന്ന രംഗം ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും കൂട്ടി അതേ ഗാർ സൗർ ഗുഹയിൽ പോയി വിശ്രമിക്കുന്ന ഘട്ടങ്ങൾ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുക്കുകയാണ്. 3 ദിവസത്തോളം ഗാർ സൗർ അതേ സൗർ ഗുഹയിൽ മുത്തുനബിയും സിദ്ദീഖ് തങ്ങളും വിശ്രമിക്കുന്ന സമയത്ത് ശത്രുക്കൾ കാണാതെ ആ മലകൾ താണ്ടിക്കടന്ന് അവർക്ക് വേണ്ട ഭക്ഷണം എത്തിച്ചു കൊടുത്തത് സിദ്ദീഖുൽ അക്ബറിന്റെ പ്രിയപ്പെട്ട മകൾ അസ്മാ ബീവി റളിയല്ലാഹു അൻഹയല്ലേ. കുടുംബം മുഴുവനും മുത്തുനബിക്ക് സഹായങ്ങൾ ചെയ്തു കൊടുത്തവരാണ്. തുടർന്ന് ശത്രുക്കൾ കാണാതെ മക്കയിൽ നിന്ന് മദീനയിലേക്ക് പാലായനം ചെയ്യാനുള്ള 2 ഒട്ടകങ്ങളെ വരുത്തിയതും അതിനു വേണ്ട സഹായങ്ങളൊക്കെ ചെയ്തു കൊടുത്തതും സിദ്ദീഖുൽ അക്ബർ അല്ലേ. അങ്ങനെ തന്റെ സമ്പത്തും തന്റെ കുടുംബവും തന്റെ ആരോഗ്യം മുഴുവനും മുത്തുനബിക്ക് വേണ്ടി സമർപ്പിച്ചപ്പോ പരിശുദ്ധമായ ദീനുള്ള സഹായമായി അത് പരിണമിച്ചു എന്ന് മാത്രമല്ല, മുസരീങ്ങൾ കഴിഞ്ഞാൽ തൊട്ടടുത്ത സ്ഥാനമാർക്കാണ്. മനസ്സാ വാചാ കർമ്മണ, സമ്പത്ത് കൊണ്ട്, ശരീരം കൊണ്ട്, ആരോഗ്യം കൊണ്ട്, എല്ലാ നിലക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സഹായ സഹകരണങ്ങൾ ചെയ്തു കൊടുത്ത സിദ്ദീഖുൽ അക്ബറിന്റെ അംബിയാ മുർസലീങ്ങൾ കഴിഞ്ഞാൽ തൊട്ടടുത്ത സ്ഥാനം ലഭിച്ചത് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന് ചെയ്ത സേവനങ്ങളാണ്, സഹകരണങ്ങളാണ്, സഹാബത്ത് മുഴുവൻ അങ്ങനെയായിരുന്നു. മുത്തുനബി മക്കയിൽ നിന്ന് മദീനയിലെത്തുകയാണ്. പ്രിയപ്പെട്ടവരെ, മക്കയിൽ നിന്ന് ഒരുപാട് മുഹാജിറുകൾ അഭയാർത്ഥികളായി മദീനയിലേക്ക് കടന്നു വരുമ്പോ മദീന നിവാസികൾ അതേ മുഹാജിറുകളെ സഹായിച്ച സഹായമുണ്ടല്ലോ ഇസ്ലാമിക ചരിത്രത്തിൽ തങ്കലിപികളാൽ ഉല്ലേഖനം ചെയ്യപ്പെട്ട ചരിത്രമാണ്. സമാനതകളില്ലാത്ത ചരിത്രമല്ലേ പ്രിയപ്പെട്ട സഹോദരന്മാരെ, സുഹൃത്തുക്കളെ. അതുകൊണ്ടല്ലേ മദീന നിവാസികൾക്ക് അൻസാർ എന്ന് പേര് കിട്ടിയത്. അവർ സഹായികളല്ലേ, സഹായിക്കുന്നവരല്ലേ. ചരിത്രത്തിൽ അൻസാർ എന്ന് പറഞ്ഞാൽ അത് മദീനക്കാരല്ലേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും അവിടുത്തെ പ്രിയപ്പെട്ട മക്കയിൽ നിന്ന് അഭയാർത്ഥികളായി മദീനയിലേക്ക് കടന്നു വന്ന മഹാന്മാരായ സ്വഹാബത്തിനെ സഹായിക്കുന്നു. അവർ താമസിക്കുന്ന സ്വന്തം വീട്ടിലേക്ക് കൊണ്ടുപോകുന്നു, റൂമുകൾ ഒഴിഞ്ഞു കൊടുക്കുന്നു, ഭക്ഷണം നൽകുന്നു, അവർക്ക് വേണ്ട തൊഴിലുകൾ നൽകുന്നു, അവർക്ക് വേണ്ട സഹകരണങ്ങളും സഹായങ്ങളും ചെയ്തു കൊടുക്കുന്നു. എത്രത്തോളം എന്നറിയുമോ? 1 കൂടുതൽ ഭാര്യമാരുള്ളവർ, മക്കയിൽ നിന്ന് അഭയാർത്ഥികളായി വന്ന മുഹാജിറുകൾക്ക് ഭാര്യമാരില്ലാത്തവരെ നോക്കി തന്റെ പ്രിയപ്പെട്ട ഭാര്യമാരെ ത്വലാഖ് ചൊല്ലി തന്റെ കൂട്ടുകാരനോട് നിക്കാഹ് ചെയ്യാൻ ആവശ്യപ്പെടുന്നു. എല്ലാ നിലക്കും മദീനക്കാര് മക്കക്കാരങ്ങ് സഹായിച്ചു. അവരുടെ പേര് തന്നെ അൻസാറുകളായി മാറി. ഖന്തക്കിന്റെ രണാങ്കണം. പ്രിയപ്പെട്ടവരെ, നോക്കൂ നിങ്ങൾ, ഖന്തക്ക് യുദ്ധം ചരിത്ര പ്രസിദ്ധമാണ്. ശത്രുക്കളെ മദീനയിലേക്ക് വരുത്താത്ത വിധത്തിൽ മദീനക്ക് ചുറ്റും നല്ല കിടങ്ങ് കുഴിക്കാൻ പ്ലാൻ ചെയ്യപ്പെടുന്നു. ആ ലക്ഷ്യ സാക്ഷാത്കാരത്തിന് വേണ്ടിയിട്ട് മഹാന്മാരായ മുഹാജിറുകളും അൻസാറുകളും
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ കഷ്ടപ്പെട്ട് പട്ടിണി സഹിച്ച് വിഷമങ്ങൾ സഹിച്ച് പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് ഇടങ്ങ് കുഴിക്കുകയാണ്. അത് കണ്ടപ്പോ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വല്ലാത്ത വിഷമം. പാവപ്പെട്ട മുഹാജിറുകൾ മക്കയിൽ നിന്ന് അവരുടെ സ്വത്തും സമ്പത്തും ഒക്കെ ഉപേക്ഷിച്ച് വിശുദ്ധമായ ദീനിന്റെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് പ്രിയപ്പെട്ടവരെ മദീനയിൽ വന്ന് കിടങ്ങ് കുഴിക്കുന്ന പാവപ്പെട്ട മുഹാജിറുകൾ അതേ സമ്പത്ത് കൊണ്ടും അതുപോലെ തന്നെ ആരോഗ്യം കൊണ്ടും എല്ലാ നിലക്കും മുഅ്മിനീങ്ങളെ വരവേറ്റ് സ്വീകരിച്ച് സഹായിച്ച പാവപ്പെട്ട അൻസാറുകൾ അവരൊക്കെ പട്ടിണി സഹിച്ച് വിഷമങ്ങൾ സഹിച്ച് വിയർത്തൊലിച്ച് ഖന്തഖിന്റെ കിടങ്ങുകൾ ഇങ്ങനെ കുഴിച്ചുകൊണ്ടിരിക്കുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ രംഗം ഇങ്ങനെ കണ്ടപ്പോ അവിടുന്ന് പാടുകയാണ്, അല്ലാഹുമ്മ ഇന്നൽ ഐശ ഐശുൽ ആഖിറ ഫഗ്ഫിർ ലിൽ അൻസാരി വൽ മുഹാജിറ. പറയുന്നത് ഭൗതിക ജീവിതമല്ലല്ലോ, യഥാർത്ഥ ജീവിതം ആഖിറ ലോകത്ത് വരാനുള്ള ജീവിതമാണല്ലോ. അപ്പൊ ഇവിടെ പട്ടിണി കിടന്നാലും, ഇവിടെ വിഷമങ്ങൾ സഹിച്ചാലും, ഇവിടെ പ്രയാസങ്ങൾ സഹിച്ചാലും, ഇവിടെ കിടങ്ങുകൾ കുഴിച്ചാലും ഇതൊന്നും നമുക്ക് നഷ്ടമാവില്ലല്ലോ. ഇതൊക്കെ യഥാർത്ഥ ജീവിതമാകുന്ന ആഖിറത്തിലേക്ക് ഉപകരിക്കുന്ന കർമ്മങ്ങളാണല്ലോ. فاغفر للأنصار والمهاجر. പാവപ്പെട്ട അൻസാറുകൾക്കും മുഹാജിറുകളുമായ എന്റെ പ്രിയപ്പെട്ട അനുയായികളാകുന്ന സ്വഹാബത്തിന് പുറത്തു കൊടുക്കണേ അല്ലാഹ്. ആത്മാർത്ഥമായ ഒരു നേതാവ്, ഒരു പ്രിയപ്പെട്ട നേതാവ് തന്റെ പ്രിയപ്പെട്ട അനുയായികൾക്ക് മനസ്സിന്റെ ഉള്ളറകളിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ്. ഈ പ്രാർത്ഥന കേട്ടപ്പോ അനുയായികളാകുന്ന സ്വഹാബത്ത് പാട്ടുപാടുന്നു, നഹ്നുല്ലദീന ബയഉ മുഹമ്മദാ അലൽ ജിഹാദി മാ ബഖീനാ അബദാ. അതേ പ്രിയപ്പെട്ടവരെ, ജീവിതം മുഴുവനും മുത്തനബിക്ക് സമർപ്പിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. മരിക്കേണ്ടി വന്നാലും, മരണം തന്നെ ഞങ്ങളുടെ മുമ്പിൽ കണ്ടാലും ഞങ്ങൾ പിന്തിരിയുന്ന പ്രശ്നമില്ല. ഞങ്ങളുടെ നേതാവായ സയ്യിദുൽ വുജൂദ് മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വേണ്ടി കൽപ്പിച്ചാലും കൊള്ളാനും അത് പ്രാവർത്തികമാക്കാനും പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ സംസ്ഥാപനത്തിന് വേണ്ടി എന്തു തന്നെ ചെയ്യേണ്ടി വന്നാലും ഞങ്ങൾ ഒരുക്കമാണ്, ഞങ്ങൾ തയ്യാറാണ്, പിന്മാറുന്ന പ്രശ്നമില്ല. എന്താണ് അനുയായികളുടെ മറുപടി? സ്വാഭാവികമായി നേതാവിന് ഇഷ്ടമുണ്ടായിട്ടുണ്ടാവും, മുത്തനബി വളരെ സന്തോഷിച്ചിട്ടുണ്ടാകും. പിന്മാറുന്ന അനുയായികളില്ല. വെള്ളമില്ലാത്തതിന്റെ പേരിൽ, ഭക്ഷണമില്ലാത്തതിന്റെ പേരിൽ, കഷ്ടപ്പാട് ഏൽക്കേണ്ടി വന്നതിന്റെ പേരിൽ, പ്രയാസങ്ങൾ സഹിക്കേണ്ടി വന്നതിന്റെ പേരിൽ നേതാവിനെ ചോദ്യം ചെയ്യുന്ന അനുയായികളില്ല. നേതാവിന് അനുയായികളെ വളരെയേറെ ഇഷ്ടമാണ്. അനുയായികൾക്ക് നേതാവിനെയും ഇഷ്ടമാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ നമ്മുടെ നേതാക്കന്മാരെ സഹായിക്കണം, നമ്മൾ നമ്മുടെ നേതാക്കന്മാരെ സ്നേഹിക്കണം. മഹാനരായ സുൽത്താനുൽ ഉലമയെ നല്ല സ്നേഹം നമുക്ക് വേണം. മഹാനരായ റഈസുൽ ഉലമയോട് നല്ല സ്നേഹം നമുക്ക് വേണം. നമ്മുടെ നാട്ടിൽ, നമ്മുടെ മദ്രസയിൽ അധ്യാപനം നടത്തുന്ന, സേവനം ചെയ്യുന്ന നമ്മുടെ പ്രിയപ്പെട്ട ഉസ്താദുമാരെ മനസ്സറിഞ്ഞ് നമ്മൾ സ്നേഹിക്കണം. വിദ്യാർത്ഥികൾക്ക് ഉസ്താദുമാരോട് നല്ല സ്നേഹം വേണം, ഉസ്താദുമാർക്ക് വിദ്യാർത്ഥികളോട് നല്ല സ്നേഹം വേണം. ആത്മാർത്ഥമായ സ്നേഹം വേണം. ഒരിക്കലും നമ്മുടെ പ്രവർത്തനങ്ങൾ ഭൗതിക താല്പര്യങ്ങൾക്ക് വേണ്ടിയാകരുത്. നമ്മുടെ മദ്രസകളൊക്കെ പഠിപ്പിക്കുന്ന ഏത് ഉസ്താദുമാരെടുത്ത് പരിശോധിച്ചാലും അല്ലാഹുവിന്റെ ദീനിന് 1, 2, 3 സ്ഥാനങ്ങൾ നൽകിയത് കൊണ്ട് മാത്രമാണ്
ചുരുങ്ങിയ ചെറിയ ശമ്പളത്തിന് അവരൊക്കെ സേവനം ചെയ്യുന്നത്. അവരുടെ ആരോഗ്യം ഉപയോഗപ്പെടുത്തുകയാണ്. അവർക്കും ഗൾഫിലേക്ക് കയറാമായിരുന്നു. വലിയ വലിയ സൂപ്പർ മാർക്കറ്റിലും മറ്റ് ബിസിനസ് സംരംഭങ്ങൾക്കൊക്കെ ചുക്കാൻ പിടിക്കാനും അക്കൗണ്ടന്റ് ആകാനൊക്കെ അവർക്കും കഴിയുമായിരുന്നു. പക്ഷേ സാധ്യതകൾ ഏറെ ഉണ്ടായിട്ടും വിശുദ്ധമായ ദീനിന്റെ ഒരു ചെറിയ സേവകനായിട്ടെങ്കിലും മരിക്കണമെന്ന അതിയായ ആഗ്രഹം കൊണ്ടല്ലേ ഉസ്താദുമാര് വിശുദ്ധമായ ദീനിന്റെ വഴിയിൽ സേവനങ്ങൾ ചെയ്യുന്നത്. നാട്ടുകാരായ നമ്മളത് ഉൾക്കൊള്ളണം. അവർക്ക് വേണ്ട സപ്പോർട്ടുകൾ ചെയ്യണം. പരസ്പരം സ്നേഹിക്കണം, സഹായിക്കണം, സഹകരിക്കണം. നമ്മുടെ മദ്രസക്ക് പള്ളിക്ക് വേണ്ട ഒത്താശകളൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കണം. പാവങ്ങളെ പ്രത്യേകം പരിഗണിക്കണം. യതീമിന്റെ വിഷയങ്ങളൊക്കെ നമ്മൾ കണ്ടറിയണം. നമ്മുടെ നാട്ടിലെ വിധവകൾ ഉണ്ടാകും. കണ്ണീരൊപ്പാ നമ്മൾ മുന്നോട്ട് വരണം. അതേ വർഷങ്ങളായി കിടപ്പിലാണ്, രോഗികളാണ്. ഒരുപക്ഷേ മരുന്നിന് പോലും കാശില്ലാതെ വിഷമിക്കുന്നവരുണ്ടാകും. പ്രയാസങ്ങളൊക്കെ നമ്മൾ കണ്ടറിയുകയും അത് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുകയും വേണം. ഇങ്ങനെ പരസ്പരം സഹായ സഹകരണങ്ങൾ ചെയ്യുമ്പോൾ നല്ല ഒരു മുഅ്മിനായി മാറാൻ കഴിയും. കേവലം വിശ്വസിച്ചത് കൊണ്ടായില്ല, കേവലം സൽപ്രവർത്തനങ്ങൾ, കേവലം പേഴ്സണലായ പ്രവർത്തനങ്ങൾ ചെയ്തത് കൊണ്ടായില്ല. സാമൂഹിക ബോധവും സാമൂഹികമായ പരസ്പര സഹായങ്ങളും സഹകരണങ്ങളും ദീനിയായ പ്രവർത്തനങ്ങളും ഉണ്ടെങ്കിലേ വിജയിക്കുകയുള്ളൂ എന്ന് സൂറത്തുൽ അസ്ർ പഠിപ്പിക്കുന്നുണ്ട്. വൽ അസ്ർ ലഫീ ഖുസ്ർ ഇല്ലല്ലദീന ആമനൂ വഅമിലു സ്വാലിഹാത്തി വതവാസൗ ബിൽ ഹഖ് വതവാസൗ ബിസ് സബ്ർ. ജനങ്ങളൊക്കെ പരാജയപ്പെട്ടിട്ടുണ്ട്. വിശ്വസിച്ചവരൊഴികെ, സൽപ്രവർത്തനങ്ങൾ ചെയ്തവരൊഴികെ, പരസ്പരം നല്ല കാര്യങ്ങളെ കൊണ്ട് ഉപദേശിക്കുകയും ക്ഷമ കൊണ്ട് ഉപദേശിക്കുകയും ചെയ്തവരൊഴികെ. സഹകരണങ്ങൾ അത് ഉണ്ടാകുമ്പോഴേ വിജയം സുരക്ഷിതമാവുകയുള്ളൂ. ഇഹപര വിജയത്തിന് ഈ 4 ഘടകങ്ങൾ അനിവാര്യമാണ്. വിശ്വാസം ശരിയായിരിക്കണം, അത് മർമ്മപ്രധാനമാണ്. അതോടൊപ്പം ഇബാദത്തുകൾ നമ്മൾ നമ്മുടെ പേഴ്സണലായ ഒരുപാട് കർമ്മങ്ങൾ നമ്മൾ ചെയ്യണം. അതോടൊപ്പം സാമൂഹികമായ ബോധം നമുക്കുണ്ടാവണം. അപ്പോഴാണ് പരസ്പരം ഹക്ക് കൊണ്ടുള്ള ഉപദേശം, ദീനിയായ പ്രവർത്തനമാണത്, മദ്രസക്ക് പ്രവർത്തിക്കലാണത്, അഹ്ലുൽ സുന്നത്ത് വൽ ജമാഅത്തിന്റെ സംഘടനയിൽ സജീവമായ സാന്നിധ്യം അറിയിക്കൽ കൊണ്ടാണ് വേണ്ടി പരസ്പരം സഹായിക്കുകയും സഹകരിക്കുകയും പരസ്പരം ഉപദേശിക്കുകയും ചെയ്യുക അനിവാര്യമാണ്. ഒരു നിലക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. പരസ്പരം ഉപദേശിക്കുന്നവർ ഘടകങ്ങൾ ഉണ്ടെങ്കിലേ വിജയിക്കുകയുള്ളൂ എന്ന് പരിശുദ്ധമായ ഖുർആൻ നമ്മെ പഠിപ്പിക്കുമ്പോൾ, പ്രിയപ്പെട്ടവരെ, സ്വഹാബത്തിലൂടെ നമുക്ക് കിട്ടിയ മാതൃക, ആ മാതൃക പരസ്പരം സഹായിക്കുക, പരസ്പരം സഹകരിക്കുക. അങ്ങനെയാണ് നൂറ്റാണ്ടുകളായി നമ്മുടെ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ പൈതൃകം, പാരമ്പര്യം. നമ്മുടെ പള്ളികളാണെങ്കിലും മദ്രസകളാണെങ്കിലും ദീനി സ്ഥാപനങ്ങളാണെങ്കിലും നമ്മുടെ സമൂഹം ഒന്നടങ്കം ഏറ്റെടുത്ത് സഹായിച്ചും കൊടുത്തും നമ്മളാൽ കഴിയുന്ന സഹായങ്ങളൊക്കെ ചെയ്തു കൊടുത്തും പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ പ്രവർത്തനങ്ങൾ ഇത്രയും കാലം നമ്മുടെ നാട്ടിൽ നിലനിന്നത് നിലനിൽക്കുകയും ആ വിഷയത്തിൽ പൂർവോപരി നമ്മൾ കൂടുതൽ ചിന്തിക്കുകയും നമ്മളാൽ കഴിയുന്ന സഹായ സഹകരണങ്ങളൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കുകയും ചെയ്യേണ്ടതുണ്ട്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ويطعمون الطعام على حبه مسكينا ويتيما وأسيرا. എല്ലാ നിലക്കും സഹായിക്കണം. സാമ്പത്തികമായി സഹായിക്കാം, ശാരീരികമായി സഹായിക്കാം, എല്ലാ നിലക്കും സഹായിക്കാം. എന്നാൽ ഭക്ഷണം കൊടുക്കുന്ന കാര്യം അത് വളരെ പ്രധാനപ്പെട്ട സ്വതക്കയാണ്. നാം നൽകുന്ന സ്വതക്കകളിൽ വെച്ച് ഏറ്റവും ഉത്തമമായ സ്വതക്കമായി മുത്തുനബി പരിചയപ്പെടുത്തിയ കാര്യമാണ് ഭക്ഷണം കൊടുക്കുക. അൽഹംദുലില്ലാ, നമ്മുടെ മഹല്ലത്തുൽ ബദരിയുടെ മജ്ലിസ് ഈ മദ്രസയിൽ നടക്കുമ്പോൾ എല്ലാ മാസവും ഭക്ഷണം കൊടുക്കുന്ന സഹോദരന്മാരുണ്ട്. അവർക്കൊക്കെ അല്ലാഹു തആല ബർക്കത്ത് നൽകട്ടെ. ഇന്ന് നമ്മുടെ മജ്ലിസിൽ ഭക്ഷണം നൽകുന്നത് അമീർ എന്ന് പറയുന്ന സഹോദരനുമാണ്. ഇവിടെ പറഞ്ഞു പോയ ഉമ്മാക്ക് ഉപ്പാക്ക് വേണ്ടി പ്രത്യേക ദുആ ചെയ്യാൻ നൽകിയ ഭക്ഷണമാണ്. അല്ലാഹു കബൂലാക്കട്ടെ, സ്വീകരിക്കട്ടെ. ആ മാതാപിതാക്കളുടെ ദറജ അല്ലാഹു വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. ഒരിക്കൽ ഒരു പാവപ്പെട്ട വ്യക്തി, വിശന്നു വലഞ്ഞ ഒരു സഹോദരൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു. ആ വ്യക്തിയെ കണ്ടപ്പോ മുത്തനബി ഉടനെ തന്റെ വീട്ടിലേക്ക് ആളെ പറഞ്ഞയച്ചു. തന്റെ വീട്ടിൽ എന്തെങ്കിലും ഉണ്ടോ? നബി തങ്ങൾ ആദ്യം
തന്റെ വീട്ടിലേക്കാണ് ആളെ പറഞ്ഞയച്ചത്. തന്റെ ഭാര്യമാരുടെ അടുത്തേക്ക് ആളുകളെ വിട്ടിട്ട് ചോദിച്ചു, വീട്ടിൽ ഭക്ഷണം കഴിക്കാൻ വല്ലതുണ്ടോ? ഓരോ ഭാര്യമാരുടെ വീട്ടിലും ആ സഹോദരൻ കയറിറങ്ങി വല്ല ഭക്ഷണം ഉണ്ടോ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്വേഷണം. ആ അന്വേഷണത്തിന് നേതൃത്വം കൊടുത്ത് മെസ്സേജ് ശേഖരിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓരോ ഭാര്യമാർക്കും ഓരോ വീടുകളാണ്, ഓരോ റൂമുകളാണ്. ആ ഭാര്യമാരുടെ മുഴുവനും മറുപടി, നമ്മുടെ വീട്ടിൽ ഭക്ഷണമായിട്ടൊന്നുമില്ല, ഇല്ലൽ മാ, വെള്ളമല്ലാതെ. തിന്നാൻ ഒന്നുമില്ല. എവിടുത്തെ കാര്യം പറയുന്നത്? നമ്മുടെ പ്രിയപ്പെട്ട നേതാവ് മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ വീട്ടിലെ കാര്യങ്ങളാണ് ഈ പറയുന്നത്. കഴിക്കാനൊന്നുമില്ല. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഈ മെസ്സേജ് കിട്ടി. നബി അവിടുത്തെ വീടുകളിൽ ഒന്നുമില്ല, ഭാര്യമാരൊക്കെ പറഞ്ഞയച്ചത് വെള്ളമല്ലാതെ കഴിക്കാനൊന്നുമില്ല എന്നാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ഒരുമിച്ച് കൂടി തന്റെ പ്രിയപ്പെട്ട അനുചരോട് ചോദിച്ചു, ഈ വിശന്നു വലഞ്ഞ അതിഥി ആരാണ് സൽക്കരിക്കുക? ഉടനെ കൂട്ടത്തിൽ നിന്ന് ഒരു സ്വഹാബി പറഞ്ഞു, അന യാ റസൂലല്ലാഹ്. തന്റെ വീട്ടിലുണ്ടോ എന്ന് ആളെ അന്വേഷിച്ചില്ല. തന്റെ വീട്ടിൽ ഭക്ഷണം ഉണ്ടോ ഇല്ല എന്ന് അയാൾ അന്വേഷിച്ചില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യം പറഞ്ഞതല്ലേ, അത് ഏറ്റെടുക്കേണ്ടതല്ലേ? ഉടനെ തന്നെ അയാൾ അന യാ റസൂലല്ലാഹ് അതിഥിയെ കൊണ്ട് അയാൾ വീട്ടിലേക്ക് പോവാണ്. അതിഥിയെ സിറ്റ് ഔട്ടിൽ ഇരുത്തുകയാണ്. തന്റെ വീടിന്റെ ഭൂമുഖത്ത് ഇരുത്തുന്നു. എന്നിട്ട് തന്റെ ഭാര്യയുടെ സവിധത്തിലേക്ക് കടന്നു ചെന്നിട്ട് സ്വകാര്യമായി ആ സ്വഹാബി ചോദിക്കുന്നു, നമ്മുടെ വീട്ടിൽ വല്ലതും കഴിക്കാനുണ്ടോ? ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തന്ന മുത്തുനബിയുടെ ഒരു അതിഥിയുമായിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നിട്ടുള്ളത്. നമ്മുടെ വീട്ടിൽ വല്ല ഭക്ഷണവുമുണ്ടോ? ആ സ്വഹാബി തന്റെ ഭാര്യയോട് ചോദിക്കുന്നു, ഹൽ ഇൻദകി ഷൈഉൻ? ഫഖാലത് ഭാര്യ പറഞ്ഞു, നമ്മുടെ ചെറിയ കുട്ടികൾക്ക് കഴിക്കാനുള്ള ഭക്ഷണം അല്പണ്ട്. നമ്മുടെ വീട്ടിലെ ചെറിയ കുഞ്ഞുങ്ങൾക്ക് കഴിക്കാൻ ആവശ്യമായ ഭക്ഷണം അല്ലാതെ ഒന്നുമില്ല. നമ്മുടെ പെണ്ണുങ്ങളാണെങ്കിൽ എന്താ പറയാ, ഇത് ഫോൺ വിളിച്ച് ചോദിച്ചൂടേനോ? ഒന്നുമില്ലാതെ അങ്ങോട്ട് കൊണ്ടുവരും. ഓരോരുത്തരും അങ്ങോട്ട് കൊണ്ടുവരും. ഇവിടെ ഒന്നുമില്ല, അതാണ് ഇതാണ്. നമ്മുടെ പെണ്ണുങ്ങളല്ല കേട്ടോ, ചില പെണ്ണുങ്ങൾ അങ്ങനെ. നമ്മുടെ പെണ്ണുങ്ങളൊക്കെ ഉഷാറാണ്. അല്ലാഹു തആല നമ്മുടെ നാട്ടിലെ എല്ലാ ഉമ്മമാർക്കും ബറക്കത്ത് നൽകട്ടെ. നമ്മുടെ ഒക്കെ സ്വഭാവം അല്ലാഹു തആല നന്നാക്കി തരട്ടെ. ചില സ്ത്രീകൾ അങ്ങനെ പറയും, ഉസ്താദുമാർക്ക് ചെലവ് കൊടുക്കാനും തയ്യാറല്ല, മുത്തഅല്ലിമീങ്ങൾക്ക് ഭക്ഷണം കൊടുക്കാനും തയ്യാറല്ല. അല്ലാഹു തആല നമുക്കൊക്കെ മുത്തഅല്ലിമീങ്ങൾക്കും ഉസ്താദുമാർക്കൊക്കെ ഭക്ഷണം കൊടുക്കാനുള്ള തൗഫീഖ് നൽകട്ടെ. ഒരു പ്രത്യേകമായ തൗഫീഖാണ് ഭക്ഷണം കൊടുക്കാന്നുള്ളത്. വയുത്ഈമൂന തുആമ അലാ ഹുബ്ബിഹി മിസ്കീനൻ വയതീമൻ വഅസീറാ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഉടനെ ആ പ്രിയപ്പെട്ട ഭർത്താവ് തന്റെ ഭാര്യയോട് പറയാണ്, അപ്പൊ ഭർത്താവ് പറയാണ്, അല്ലിരീഹിം രാത്രി ഭക്ഷണമാണ്, സമയം രാത്രിയാണ്, സമയം രാത്രി ഭക്ഷണം. കുട്ടികൾ ആവശ്യപ്പെട്ടാൽ എന്തെങ്കിലുമൊക്കെ കാരണം പറഞ്ഞാൽ, എന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ പറഞ്ഞിട്ട് അവരോട് ഉറക്കി കളഞ്ഞാളാ. ഭക്ഷണം ചോദിക്കുമ്പോഴേ എന്തിനൊക്കെ കാരണങ്ങളൊക്കെ പറഞ്ഞിട്ട് കഥയൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്യാം, മെല്ലെ കുട്ടികളോട് ഉറക്കുക. രാത്രി കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കാതെ മെല്ലെ പല കാരണങ്ങളും പറഞ്ഞിട്ട് എന്ത് ചെയ്യാ, കുട്ടികളെ മെല്ലോട് ഉറക്കിക്കള. ഇതാണ് ഭർത്താവിന്റെ മറുപടി. ഭാര്യ അത് അംഗീകരിക്കാണ്. അതാണ് ഭർത്താവിനൊത്ത ഭാര്യ. അല്ലാഹു നമ്മുടെ ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ നല്ല ഊഷ്മളമായ സ്നേഹവും ഐക്യവും നൽകട്ടെ. ഒരു കുടുംബത്തിന്റെ കെട്ടുറപ്പിന് ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ നല്ല സ്നേഹം വേണം. ഉപ്പയുടെയും ഉമ്മയുടെയും മക്കൾക്കിടയിൽ നല്ല കെട്ടുറപ്പും സ്നേഹവും വേണം. അല്ലാഹു നമ്മുടെ കുടുംബത്തിലൊക്കെ നല്ല സ്നേഹവും ഐക്യവും സൗഹാർദ്ദവും നൽകട്ടെ. തെറ്റിദ്ധാരണ അല്ലാഹു തആല തരാതിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഈ ഭർത്താവ് പറഞ്ഞു കൊടുക്കാണ്, ഭക്ഷണം കഴിക്കാൻ വേണ്ടി നമ്മുടെ അതിഥി ഇപ്പൊ വീട്ടിന്റെ ഉള്ളിലേക്ക് കയറും. ഭക്ഷണം കഴിക്കാൻ വേണ്ടി നമ്മുടെ അതിഥി വീട്ടിലേക്ക് കയറുമ്പോ മെല്ലെ അണക്കണം, ലൈറ്റ് മെല്ലെ ഓഫ് ചെയ്യണം. കറണ്ടില്ലാത്ത കാലാണ്, അന്ന് വിളക്കേ ഉണ്ടാവുള്ളൂ. മെല്ലെ എന്ത് ചെയ്യാ, അതിഥി അറിയാതെ മെല്ലെ പതുക്കെ
വിളക്ക് കെട്ടുപോയതാണ് എന്നുള്ള രൂപത്തിൽ, വിളക്ക് കെടുത്തിയതാണെന്ന് അറിയാതെ വിളക്ക് കെട്ടുപോയതാണെന്ന് എന്ന ഭാവത്തിൽ മെല്ലെ വിളക്ക് കെടുത്തണം. കാരണം എന്താ? അതിഥി വരുമ്പോ സ്വാഭാവികമായി നമ്മൾ ആതിഥേയന് കൂടെ ഇരിക്കും അല്ലെ? അതിഥി പറയും നിങ്ങൾ ഇരിക്കും, ഇപ്പൊ ഒരുമിച്ച് ഭക്ഷണം കഴിക്കാന്ന് പറയും. ഒരുമിച്ച് ഭക്ഷണം കഴിക്കാൻ ഭക്ഷണം വേണ്ടേ? ഇവിടെ അല്പം കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ ആവശ്യമായ ഭക്ഷണമേ ഉള്ളൂ. ആ വീട്ടുകാർക്ക് പോലും കഴിക്കാനുള്ള ഭക്ഷണം ആ വീട്ടിലില്ല. അപ്പൊ അതിഥി ഇതൊന്നും അറിയരുത്. അതിഥി അറിഞ്ഞാൽ എന്ത് ചെയ്യും? ഭക്ഷണം കഴിക്കാതെ പോകും. കുട്ടികൾക്ക് കൊടുത്താളി എന്ന് പറയും. അതുകൊണ്ട് അതിഥി അറിയാതിരിക്കാൻ വേണ്ടി അതിഥി വീട്ടിന്റെ ഉള്ളിലേക്ക് കടന്നു വന്നാൽ തന്റെ ഭാര്യക്ക് നൽകുന്ന നിർദ്ദേശമാണ്, നീ മെല്ലെ വിളക്ക് എടുത്തണം. എന്നിട്ട് നമ്മളും ഭക്ഷണം കഴിക്കുന്നുണ്ട്. ഇരുട്ടത്തിൽ, ഇരുട്ടിന്റെ മറവിൽ നമ്മളും ഭക്ഷണം കഴിക്കുന്നുണ്ട്. ഭക്ഷണമൊക്കെ കഴിക്കുന്നുണ്ട്. ചവക്കുന്നത് പോലെ, ഭക്ഷണം കഴിക്കുന്നത് പോലെ മെല്ലെ അഭിനയിക്കണം. അത് പറഞ്ഞു കൊടുക്കുകയാ. ഭാര്യ അത് അംഗീകരിക്കുകയാ. നോക്കൂ നിങ്ങൾ, അങ്ങനെ അവർ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിരുന്നു. അവർ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിരുന്നു. ഭാര്യ പറഞ്ഞതുപോലെ മെല്ലെ വിളക്ക് കെടുത്തിക്കളഞ്ഞു, ലൈറ്റ് ഓഫ് ആക്കി കളഞ്ഞു. അതിഥി ഭക്ഷണം കഴിച്ചു. ആ ഉപ്പയും ഉമ്മയും ആ ഭാര്യയും ഭർത്താവും അന്നത്തെ രാത്രി വിശന്നു വലഞ്ഞവരായി, അതേ വിശപ്പു സഹിച്ചവരായി അവര് രാത്രി കഴിച്ചുകൂട്ടി. തന്റെ വീട്ടിലേക്ക് വന്ന പ്രിയപ്പെട്ട അതിഥിക്ക് ഭക്ഷണം നൽകി കുട്ടികളെ മെല്ലെ ഉറക്കിക്കിടത്തി. ആ ഉപ്പയും ഉമ്മയും അന്നു രാത്രി പട്ടിണിയിൽ കഴിഞ്ഞുകൂട്ടി. അതിഥി പോയിട്ടുണ്ടാകും. നേരം പുലർന്നപ്പോൾ ഈ സ്വഹാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുസവിധത്തിലേക്ക് കടന്നു ചൊല്ലുകയാണ്. അപ്പോ ഫഖാല നബി തങ്ങൾ അങ്ങോട്ട് പറയുന്നു. നബി തങ്ങളോട് അങ്ങോട്ട് പറഞ്ഞതല്ല, നബി തങ്ങൾ ഇങ്ങോട്ട് പറയുകയാണ്. ഈ സ്വഹാബിയെ കണ്ട ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഗൈബ് പറയുന്നു. ലഖദ് അജിബല്ലാഹു മിൻ സ്വനീഇകുമാ ബിളൈഫികുമാ അല്ലൈല. രാത്രിയിൽ നിങ്ങളുടെ അതിഥിയോട് നിങ്ങൾ ചെയ്ത പ്രവർത്തനം, അതിഥിയോട് നിങ്ങൾ കാണിച്ച മാന്യത കണ്ടിട്ട് അല്ലാഹു സന്തോഷിച്ചിട്ടുണ്ട് കേട്ടോ. അല്ലാഹു നിങ്ങൾക്ക് വമ്പിച്ച പ്രതിഫലം തയ്യാറാക്കിയിട്ടുണ്ട് കേട്ടോ. നബി പ്രഖ്യാപിക്കുകയാണ്, വിശന്നവർക്ക് ഭക്ഷണം കൊടുക്കണം. അത് വലിയ പുണ്യമുള്ള കാര്യമാണ്, കർമ്മമാണ്. പരസ്പരം സഹായിക്കണം, സഹകരിക്കണം. അതിന് വലിയ പ്രതിഫലമാണ് അല്ലാഹുവിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത്. അല്ലാഹു സഹായിക്കാനും കൊടുക്കാനും ഒക്കെ നമുക്ക് തൗഫീഖ് നൽകട്ടെ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, അതുകൊണ്ട് റബീഉൽ അവ്വലിന്റെ മാസം നമ്മളിലേക്ക് കടന്നു വരുമ്പോ നമ്മൾ വിശുദ്ധമായ റബീഇന്റെ സന്ദേശം പരസ്പരം കൈമാറണം. മൗലിദിന്റെ സദസ്സിൽ ജനകീയ പങ്കാളിത്തം ഉണ്ടാകണം. അതിന് നമ്മളും വേണ്ട സഹായ സഹകരണങ്ങളൊക്കെ ചെയ്തു കൊടുക്കണം. നല്ല സുഭിക്ഷമായ നല്ല ഭക്ഷണം മുത്തനബിയുടെ പേരിൽ കൊടുക്കണം. ചെറിയ ചീരിനൊന്നും പോരാ, മുത്തനബിന്റെ പേരിലല്ലേ കൊടുക്കുന്നത്. ഗ്രാൻഡ് ഫുഡ് തന്നെ കൊടുക്കണം. അതിനൊക്കെ പകരം പടച്ച റബ്ബ് നമുക്ക് തരുമെന്ന വിശ്വാസം നമുക്ക് വേണം. കൊടുത്താൽ കിട്ടും. കൊടുക്കുന്നവരുടെ സമ്പത്ത് വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. ഹദീസിൽ കാണാം, ഇതുവരെ ധർമ്മം ചെയ്തതിന്റെ പേരിൽ അതേ ദരിദ്രനായി എന്ന സംഭവമില്ല. കൊടുത്തതിന്റെ പേരിൽ, ധർമ്മം ചെയ്തതിന്റെ പേരിൽ ആരും പട്ടിണി കിടക്കേണ്ടി വന്നിട്ടില്ല എന്ന് പറഞ്ഞാൽ അതിനേക്കാളും പടച്ചറബ് നൽകുമെന്നാണ് നേരത്തെ പ്രതിപാദിച്ച വിഷയത്തിൽ. അന്നത്തെ രാത്രി അവർ പട്ടിണി സഹിച്ചിട്ടുണ്ടെങ്കിലും കൊടുത്തവർക്ക് പിന്നീട് കിട്ടും. അവർക്ക് നല്ല ഐശ്വര്യമുണ്ടാകും, അവർക്ക് നല്ല വികസനങ്ങൾ ഉണ്ടാകും. അതേ മുക്കുന്ന കിണറ്റിലെ വെള്ളം ഉണ്ടാകുള്ളൂ. ഒരാൾ കിണറ്റിൽ വെള്ളം തീരെ എടുക്കുകയില്ല, കിണറിൽ ഉറവുകൾ ഉണ്ടാവില്ല. അതിൽ പായലും മറ്റൊക്കെ വന്നിട്ട് ആകെ ജീർണിച്ച് വെള്ളമാകെ നശിച്ചു പോകും. കൊണ്ടിരിക്കുന്ന വെള്ളത്തിലാ കിണറ്റിലാണ് വെള്ളമുണ്ടാവുക എന്ന് പറയുന്നത് പോലെ കൊടുക്കുന്ന ധർമ്മമുണ്ടല്ലോ, വലിയ
പ്രതിഫലമുണ്ട് കേട്ടോ. കോടികളുള്ള വ്യക്തി കോടികൾ കൊടുക്കുന്നത് പോലെയാണ്. പാവപ്പെട്ട വ്യക്തിയാണ്, കയ്യിൽ കൂടുതലൊന്നും കൊടുക്കാനില്ല, ഇല്ലായ്മയാണ്, ദാരിദ്ര്യമാണ്. അയാൾ കൊടുക്കുന്ന 10 രൂപ അല്ലെങ്കിൽ 100 രൂപ കോടിപതി നൽകുന്ന കോടികളോട് കിടപിടിക്കും കേട്ടോ. ജനങ്ങൾ 4 വിധമാണ്. തങ്ങൾ പറയാണ്, അതിലൊരു വ്യക്തിക്ക് അല്ലാഹു തആല നല്ല ഇൽമു കൊടുത്തു, സമ്പത്തും കൊടുത്തു. അതേ, അയാളെ ഇൽമു പറയുന്നുണ്ട്, സമ്പത്ത് ചെലവഴിക്കുന്നുണ്ട്. അല്ലാഹു തആല ഇൽമു കൊടുത്തിട്ടുണ്ട്, സമ്പത്ത് കൊടുത്തിട്ടില്ല. പക്ഷേ ഈ ആലിമിന്റെ വിചാരം, അല്ലാഹു എനിക്ക് സമ്പത്ത് തന്നാൽ ആ വ്യക്തി ചെയ്യുന്നത് പോലെ ഞാനും ധർമ്മം ചെയ്യും. ബഹുമാനപ്പെട്ട എ.പി. ഉസ്താദ് ചെയ്യുന്നത് പോലുള്ള പ്രവർത്തനങ്ങളൊക്കെ ഞാനും ചെയ്യുമെന്ന് തീരുമാനിക്കുകയാണെങ്കിൽ പ്രിയപ്പെട്ടവരെ, അവരുടെ രണ്ടുപേരുടെയും പ്രതിഫലം ഒരുപോലെയാണെന്ന് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. നിയ്യത്തിന് വലിയ പവറുണ്ട്. പ്രിയപ്പെട്ടവരെ, കൊടുക്കാനുള്ള നിയ്യത്തുണ്ടല്ലോ, ആ നല്ല മനസ്സാണ് നമുക്ക് ആദ്യം വേണ്ടത്. ഏതു കാര്യങ്ങൾക്കും അങ്ങനെയാണ്, മനസ്സാദ്യം വേണം, അതിന് ആഗ്രഹം വേണം. എത്ര കാലമായി പ്രിയപ്പെട്ടവരെ, വയസ്സ് 60 കഴിഞ്ഞു, 80 കഴിഞ്ഞു, ഇനിയും മക്ക കണ്ടില്ല, കഅബ ശരീഫ് കണ്ടില്ല. ആഗ്രഹമില്ലാത്തത് കൊണ്ടാണ് പ്രധാനപ്പെട്ട കാരണം, പണമില്ലാത്തത് കൊണ്ടല്ല. ആഗ്രഹമാണ് ആദ്യം വേണ്ടത്. പണത്തിന് പിന്നാലെ വന്നുകൊള്ളും. പറഞ്ഞതുപോലെ നിയ്യത്തിന് വലിയ പവറുണ്ട്. നിയ്യത്ത് പോലെയാണ് മയ്യത്ത് എന്ന് നമ്മൾ പറയാറുണ്ട്. ഒരു സഹോദരൻ, പ്രിയപ്പെട്ടവരെ, അയാളെ കയ്യിലെ 5 പൈസ, ഒരു സഹോദരൻ, അദ്ദേഹത്തിന്റെ കയ്യിൽ ധാരാളം കാശുണ്ട്, ഇഷ്ടംപോലെ പണമുണ്ട്, ഇൽമില്ല, അറിവില്ല. അയാൾ എന്ത് ചെയ്യുന്നു? തന്റെ സമ്പത്ത് മുഴുവനും തെറ്റായ വഴിയിൽ ചെലവഴിച്ചു കൊണ്ടിരിക്കുകയാണ്, മാസങ്ങൾക്ക് ചെലവഴിച്ചു കൊണ്ടിരിക്കുകയാണ്. അയാൾ നല്ല രൂപത്തിലല്ല ചെലവഴിക്കുന്നത്, മറിച്ച് മോശപ്പെട്ട രൂപത്തിലാണ് തന്റെ സമ്പത്ത് മുഴുവനും ചെലവഴിക്കുന്നത്. അയാൾക്ക് വലിയ കുറ്റുണ്ടല്ലോ, വലിയ കുറ്റുണ്ട്. അല്ലാഹു കൊടുത്ത സമ്പത്ത് അയാള് അധാർമികമായ വഴിയിലാണ് ചെലവഴിക്കുന്നത്. എന്നാൽ മറ്റൊരു സഹോദരനുണ്ട്, അയാളുടെ കയ്യിൽ 1 റുപ്യ പോയിട്ട് 5 പൈസ പോലും ഇല്ല, പരമദരിദ്രനാണ്. പക്ഷെ ഇയാൾക്കൊരു വിചാരം, എനിക്ക് സ്വത്ത് തന്നാൽ അധാർമികമായ പ്രവർത്തനങ്ങളിൽ സമ്പത്ത് ചെലവഴിക്കുന്നത് പോലെ ഞാനും സമ്പത്ത് ചെലവഴിക്കും. ഗാനമേളക്ക് കൊടുക്കും, ഞാനും വേണ്ടാവൃത്തിക്ക് കൊടുക്കും, കഞ്ചാവ് വാങ്ങി വിൽപ്പന നടത്തും. ഈ രൂപത്തിൽ തെറ്റായ വിചാരമാണ് ഈ ദരിദ്രനായ വ്യക്തിക്കുള്ളത് എങ്കിൽ അവസാനം പറഞ്ഞ ഈ 2 വ്യക്തികൾക്കും കിട്ടുന്ന കുറ്റം ഒരുപോലെയാണ്. മൂന്നാമത് നമ്മൾ പറഞ്ഞ വ്യക്തി അയാള് സമ്പത്ത് മുഴുവനും തെറ്റായ മാർഗത്തെ ചെലവഴിച്ചു കഴിഞ്ഞു, അയാൾക്ക് കുട്ടി ഏതായാലും ഉണ്ടല്ലോ. 4ാമത് പറഞ്ഞ വ്യക്തിയോ, അയാൾക്ക് സമ്പത്തൊന്നുമില്ല, അയാൾ ചെലവഴിച്ചിട്ടില്ല. പക്ഷെ ഇയാളെ നിയ്യത്ത് എന്താ? എനിക്കല്ല സമ്പത്ത് എന്നാൽ ഞാൻ നല്ലൊരു ബാറ് തുടങ്ങും, അത് പലിശക്ക് പൈസ കൊടുക്കും. ഇങ്ങനെയാണ് വിചാരം. തെറ്റായ നിയ്യത്താണ് അയാൾക്കുള്ളത് എങ്കിൽ 2 പേരുടെയും കുറ്റവും സമമാണ്. അതുകൊണ്ട് നല്ല നിയ്യത്തുകൾ നമുക്ക് വേണം. മനസ്സ് നന്നാക്കി നല്ല പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കാനും നേതൃത്വം കൊടുക്കാനും സഹായിക്കാനും സഹകരിക്കാനും നമുക്ക് കഴിയണം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. വിശുദ്ധമായ റബീഉൽ അവ്വൽ മാസം നല്ല കാര്യങ്ങളൊക്കെ ചെയ്യാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അതുകൊണ്ട് പ്രിയപ്പെട്ട അവസാനമായ ഒരൊറ്റ കാര്യം, റബീഉൽ അവ്വൽ മാസത്തിൽ കുറഞ്ഞ ദിവസങ്ങൾ മാത്രമേ നമ്മുടെ മുമ്പിലുള്ളൂ. ആ മാസത്തെ സ്വീകരിക്കാൻ എല്ലാ നിലക്കും നമ്മൾ തയ്യാറാകണം. ഇപ്പോൾ തന്നെ നമ്മൾ ഒരുങ്ങണം. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രയുടെ പേരുള്ള സ്വലാത്ത് നമ്മൾ വർദ്ധിപ്പിക്കണം. ഒരു ദിവസം ചുരുങ്ങിയത് 300 സ്വലാത്തുകൾ ചൊല്ലണം എന്നാണ് പണ്ഡിതന്മാർ പഠിപ്പിച്ചിട്ട്. തീരെ 300 സ്വലാത്ത് ചൊല്ലാത്ത നമ്മുടെ കൂട്ടത്തിലുണ്ടെങ്കിൽ ഇന്നു മുതൽ ഒരു 300 സ്വലാത്ത് തുടങ്ങാം. 300 ചൊല്ലി വരുന്ന ആളുകൾ ഉണ്ടെങ്കിൽ ഒന്ന് 500 ആക്കാം. 1000 ആക്കാൻ കഴിയുന്ന 1000 സ്വലാത്ത് ചൊല്ലുക. വിശുദ്ധമായ റബീഉൽ അവ്വലിനെ കണ്ട് ഇപ്പോൾ തന്നെ ആ വിശുദ്ധമായ മാസത്തെ സ്വീകരിക്കാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തുക. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ.
അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്. ഔവൽ മഹിതരായി പാടച്ചു വച്ച മുഹമ്മദാ. ബദ്റിലും ബദർ ലംഘിടും നോരെ കാണുവാൻ വീതി ഏകല്ലാഹ്. അസ്സലാത്തു ചൊല്ലി അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്. മഹ്ശറ മണ്ണിൽ എത്തും നേരത്ത് കൈവേടിയല്ലേ യാ നബി. മൗത്തിൻ നേരത്തും ഉമ്മത്തി എന്നു രത്തോരാണെന്റെ വാരീതി. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്. പാപമാലേ കറുത്തു പോയൊരു കൽബും കൊണ്ടിവർ വന്നിതാ. പാപഭാരങ്ങൾ തീർത്ത് കൽബകം റാഹ നൽകണേ യാ നബി. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്. തോഹ തങ്ങളെ തൃക്കല്യാണത്തിന് തോരണങ്ങൾ തൂക്കുമ്പോൾ തെന്നിന്നം പാടി താളത്തിൽ ആടും മേളത്തിൽ ഞങ്ങളെ ചേർക്കല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്. ഇൻഷാ അല്ലാഹ് നാളെ സ്വർഗീയ ലോകത്ത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാകുന്ന നമ്മുടെ നേതാവിന്റെ തൃക്കല്യാണം നടക്കാണ്ട് ആ തൃക്കല്യാണത്തിൽ പങ്കെടുക്കാൻ ഈ മജ്‌ലിസിൽ വന്ന എല്ലാവർക്കും അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. പ്രിയപ്പെട്ടവരെ, അതാണ് കല്യാണം. അന്നാണ് നമുക്ക് പാട്ട് പാടേണ്ടത്. ആ മേളത്തിലാണ് നമ്മൾ കൂട്ടുചേരേണ്ടത്. ഇന്നിപ്പോ കല്യാണത്തിന്റെ പേരിൽ പാട്ടാ, കൂത്താട്ടമാണ്, കാട്ടിക്കൂട്ടലുകളാണ്, ഗാനമേളകളാണ്. ഇപ്പൊ നമ്മൾ കൂത്താടിയാൽ സ്വർഗത്തിലെത്തൂല. ഇപ്പൊ നമ്മൾ നിയന്ത്രണങ്ങൾ വിട്ടാൽ നമ്മൾ അപകടത്തിൽ പെട്ടുപോകും. അതുകൊണ്ട് നമ്മുടെ കല്യാണങ്ങളിൽ ഒന്നും തോന്നിവാസങ്ങൾ ഉണ്ടാകരുത്. ആണും പെണ്ണും കൂടിച്ചേരുന്ന ഒരവസ്ഥ ഉണ്ടാകരുത്. ഓഡിറ്റോറിയങ്ങളിൽ കല്യാണം നടത്തിയാലും ആണിനെയും പെണ്ണിനെയും പ്രത്യേകം വേർതിരിക്കാൻ ആവശ്യമായ മറകൾ, ഹിജാബുകൾ നമ്മൾ ഉണ്ടാക്കണം. വേണമെന്ന് കരുതി അതൊക്കെ നടക്കും. ഒരിക്കലും നമ്മുടെ പുതുമണവാട്ടിയെ ഓഡിറ്റോറിയത്തിൽ സ്റ്റേജിൽ പ്രദർശന വസ്തുവാക്കി, ആൾക്കാർക്ക് കാണാനുള്ള വസ്തുവാക്കി മാറ്റരുത്. പെണ്ണ്
പ്രിയപ്പെട്ടവർ ആ ഭർത്താവിന് സ്വന്തമാണ്. ആ ഭർത്താവിനാണ് അവിടെ മുഴുവനായി കാണാൻ പറ്റുക. അവരുടെ മുഖത്തേക്ക് നോക്കാൻ, അവരുടെ ശരീരങ്ങളെ, അവരുടെ സൗന്ദര്യം ആസ്വദിക്കാൻ ഭർത്താവിന് അവകാശമുള്ളൂ. അതിനാണ് വിവാഹം ചെയ്യുന്നത്. നമ്മുടെ പല രഹസ്യങ്ങളും, നമ്മുടെ പല പ്രൈവറ്റായ ആവശ്യങ്ങളും നിർവഹിക്കപ്പെടാനാണ് വിവാഹം ചെയ്യുന്നത്. പക്ഷേ ഇന്ന് നാട്ടാർക്ക് മുഴുവനും പ്രദർശന വസ്തുവാക്കി അവരുടെ സൗന്ദര്യം മുഴുവനും നാട്ടുകാരുടെ മുമ്പിൽ പ്രദർശിപ്പിച്ച് ഒരുപാട് ഹറാമുകൾ മറ്റുള്ളവർക്ക് റിക്രൂട്ട്മെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന കല്യാണങ്ങളായി നമ്മുടെ കല്യാണ സംസ്ഥകൾ മാറിയിട്ടുണ്ടെങ്കിൽ പിതാവെന്ന നിലക്ക്, മാതാവെന്ന നിലക്ക് നാം ഓരോരുത്തരും എന്റെ കുട്ടിയുടെ വിവാഹം ഇൻഷാ അല്ലാഹ് ഞാൻ അങ്ങനെ നടത്തൂല എന്നൊരു ആഗ്രഹം ആദ്യം വേണം. എന്നിട്ടൊരു അസ്മ നമ്മൾ ചെയ്യണം. ഇൻഷാ അല്ലാഹ് നടക്കും, കഴിയും. കഴിഞ്ഞ വ്യാഴാഴ്ച ഞാൻ സേവനം ചെയ്യുന്ന പ്രദേശത്ത് അവിടെ ഒരു കല്യാണം നടന്നു. പൂർണ്ണമായി ഹിജാബായി ഒറ്റ അന്യപുരുഷനും അന്യ സ്ത്രീയെ കണ്ടില്ല. ഒരു അന്യ സ്ത്രീ അന്യപുരുഷനെയും കണ്ടില്ല. എന്തേ ചെയ്തുള്ളൂ? ഒരു വിശാലമായ കർട്ടൻ അങ്ങോട്ട് വലിച്ചു കെട്ടി 2 എൻട്രൻസ് വെച്ചു. 2 പ്രവേശന കവാടത്തിൽ, ഒരു പ്രവേശന കവാടത്തിൽ ബോർഡ് വെച്ചു പുരുഷന്മാര് മാത്രം, മറ്റേ കവാടത്തിൽ സ്ത്രീകൾ മാത്രം. 2 സെക്യൂരിറ്റി 2 ഭാഗത്തും നിർത്തി. എന്നിട്ട് പറഞ്ഞു സ്ത്രീകളൊക്കെ ഈ കവാടത്തിലൂടെ ഉള്ളോട്ട് വിടണം, പുരുഷന്മാർ ഈ കവാടത്തിന് മുന്നോട്ട് വിടണം. 2 സെക്യൂരിറ്റിക്ക് നിർദ്ദേശവും കൊടുത്തു. വളരെ മനോഹരമായി കല്യാണം നടന്നു. ഒരൊറ്റ പെണ്ണ് ആണിനെയും കണ്ടില്ല, ഒരാണ് പെണ്ണിനെയും കണ്ടില്ല. വിവാഹം എന്ന് പറയുന്ന ഒരു സുന്നത്തിന്റെ പേരിൽ ഹറാമുകളില്ലാതെ അനുവദനീയമായ രൂപത്തിൽ കല്യാണം നടത്താൻ പറ്റില്ല. പിന്നെ പ്രശ്നം എവിടെയാണ്? ഭക്ഷണം കൊടുക്കുന്നോർത്താണ്. സ്ത്രീകൾ ഭക്ഷണം കൊടുക്കുന്ന പലപ്പോഴും സപ്ലൈ ചെയ്യുന്നത് പുരുഷന്മാരായിരിക്കും. പക്ഷെ അവിടെ അതും ഉണ്ടായില്ല. അതെന്തേ? സ്ത്രീകളുടെ ഭാഗത്ത് സപ്ലൈ ചെയ്യാൻ ഓഡിറ്റോറിയങ്ങളുമായി ബന്ധപ്പെട്ടാൽ ഇഷ്ടം പോലെ ലേഡീസ് സ്റ്റാഫിന് കിട്ടും. അപ്പൊ ലേഡീസിന്റെ ഭാഗത്ത് ലേഡീസിന് ഇഷ്ടം പോലെ പൈസ കൊടുത്ത കൂലിക്ക് ആളെ കിട്ടുവേ. ആ നിലയ്ക്ക് സ്ത്രീകളെ കൊണ്ടുവന്നു. ലേഡീസിന്റെ ഭാഗത്ത് ലേഡീസ് തന്നെ പൂർണ്ണമായ രൂപത്തിൽ സപ്ലൈ ചെയ്തപ്പോ, പുരുഷന്മാരുടെ ഭാഗത്ത് പുരുഷന്മാർ സപ്ലൈ ചെയ്തപ്പോൾ ഒരു അനുവദനീയമായ രൂപത്തിൽ ഒരു കല്യാണം നടത്താൻ കഴിഞ്ഞു. നടന്നത്. അപ്പൊ നമ്മൾ വിചാരിച്ചാൽ സംഗതിയൊക്കെ നടക്കും. നമ്മുടെ പേരിൽ എന്തുകൊണ്ട് ജനങ്ങള് ഹറാമുണ്ടാക്കണം? നമ്മൾ കാരണമായി ജനങ്ങൾ എന്തിനു തെറ്റ് ചെയ്യണം? ഒരു കല്യാണത്തോട് എത്ര ആളുകളാ തെറ്റ് ചെയ്യുന്നത്? അതിനാ കല്യാണം നടത്തുന്ന ആളുകൾക്ക് മൊത്തം കുറ്റം കിട്ടും. ഒരു നന്മ ചെയ്താൽ, ഒരു നന്മക്ക് സഹായിച്ചാൽ ആ നന്മകൾ കണ്ട് പിൻപറ്റിയവരുടെ പ്രതിഫലം കിട്ടുന്നത് പോലെ ആരാണോ തെറ്റിന് കാരണക്കാരനായവൻ, അത് കാരണമായി ആരൊക്കെ തെറ്റ് കണ്ടോ അതിന്റെ ഒക്കെ കുറ്റം കണ്ടവർക്കും ചെയ്തവർക്കും കിട്ടുന്നത് പോലെ നേതൃത്വം കൊടുത്തവർക്കും അതിന് കാരണക്കാരായവർക്കും കിട്ടും. നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട്. ഈ വിഷയം നമ്മൾ ഗൗരവത്തിലെടുക്കുകയും ചിന്തിക്കുകയും നമ്മൾ ആ വിഷയത്തിൽ ശ്രദ്ധിക്കുകയും ചെയ്ത് നല്ല രൂപത്തിൽ വിവാഹമടക്കമുള്ള സദസ്സുകളെ ക്രമീകരിക്കാൻ നമ്മളൊക്കെ തയ്യാറാവണം. പുതിയ കാലമാണ്, ആഖിറുസമാനാണ്. മുത്തനബിയുടെ സുന്നത്തുകളൊക്കെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാലത്ത് ആ സുന്നത്തിന്റെ വീണ്ടെടുപ്പിന് വേണ്ടിയിട്ട്, മതത്തിന്റെ നിയമങ്ങളുടെ മൂല്യങ്ങൾ നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ പരിശ്രമിച്ചാൽ അല്ലാഹു 100 ഷഹീദിന്റെ പ്രതിഫലം നമുക്ക് വാഗ്ദാനം ചെയ്തിട്ടുണ്ടല്ലോ. അത് മനസ്സിലാക്കി അത് ലഭിക്കാൻ ആവശ്യമായ പ്രവർത്തനങ്ങൾ നമ്മളൊക്കെ ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകണം. നമ്മുടെ കൂട്ടായ്മയിൽ ബറക്കത്ത് നൽകട്ടെ. നമ്മുടെ മജ്‌ലിസ് അല്ലാഹു തആല സ്വീകരിക്കട്ടെ.